നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ജനുവരി 2025 പാർട്ട് 3. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാന നോവൽ അണ്ടിൽ ഓഗസ്റ്റ്. 19ാമത് ചേരിചേര NAM സമ്മേളനത്തിന് വേദിയാകുന്നത് കംപാല, ഉഗാണ്ട. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവ് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടകവർഷം. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തിയെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലെയ് കൊനെൻകോ. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ്. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ WHO. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ്. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോടോബി ലാക്കി. റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93. 2023 ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റഗ്രാം. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. 2024 ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദി മുംബൈ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് ലെപ്രോക്സി. ഭൂമിക്കപ്പുറത്ത് ജീവൻ്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം യൂറോപ്പ ക്ലിപ്പർ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം ബ്രസീൽ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ, ബ്രിട്ടൻ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126.
ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ 143. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബെസോസ്, ആമസോൺ സ്ഥാപകൻ. ലോക വ്യാപാര സംഘടന WTOയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ തിമോർ ലെസ്റ്റെ, കോമോറസ്. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർടെമിസ്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23 പ്രമേയം റീഡ് യുവർ വേ. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. 2024 ലോക ഭൗമദിനത്തിൻ്റെ ഏപ്രിൽ 22 പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രം ഡെവിൽ ധൂമകേതു. 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം ഇറ്റലി, കാപ്രി ദ്വീപ്. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽ ഗോൺ പർവ്വതത്തിലെ കീതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരം വെനീസ്, ഇറ്റലി. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ് പാട്രിയറ്റ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം യുക്രൈൻ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, USA. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരം അൽ ബാഷ കൊട്ടാരം. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദോഹ. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന ജോർജിവ. ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. യൂറോപ്യൻ ജാപ്പനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യം ബെബി കൊളംബോ. ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായാണ് ജൂഡിത്ത് സുമിൻവ ടുലുക നിയമിതയായത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഗമാനി. 2024 ബ്രിട്ടനിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് കാതലിൻ. 2024 ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏത് മേഖലയിലാണ് നൊബേൽ സമ്മാനം നേടിയത്? സാമ്പത്തിക ശാസ്ത്രം. ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ തുടക്കക്കാരനാണ്. ദൈവഗണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച 2024 അന്തരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? അരിസോണ. ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000ഓളം വർഷം പഴക്കമുള്ള ചെമ്പു നാണയം കണ്ടെടുത്ത രാജ്യം ഈജിപ്റ്റ്. ഔദ്യോഗിക പരിപാടികൾ ചുവന്ന പരവതാനി നിരോധിച്ച ഏഷ്യൻ രാജ്യം പാകിസ്ഥാൻ.
സ്റ്റാർഗേറ്റ് എന്ന പേരിൽ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ AIയോടൊപ്പം സഹകരിക്കുന്ന ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരി ആലിസ് മൺറോ. നാറ്റോ രൂപീകരിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഇസ്രായേൽ. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി ബാക്കു, അസർബൈജാൻ. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടി COP30 വേദി ബേലം ദോ പാര, ബ്രസീൽ. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ വിക്ടോറിയ ഷി, ഉക്രൈൻ. വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്യാട്രിസ്റ്റ് പെട്രൂഷ്യ. നിരവധി തവണ പൊട്ടിത്തെറിച്ച സുമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇംബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ആണവ അപകടം സംഭവിച്ചേക്കാമെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA മുന്നറിയിപ്പ് നൽകിയ യുക്രൈനിലെ ആണവ നിലയം സാപോറിഷ്യ. 2024 ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. സന്ദേശം: പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലെച്ചലി ഉടമ്പടി. 2024 ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഐക്കൺ 2024 വേദിയായത് വിയറ്റ്നാം, ഓസ്ട്രിയ. സൗരയൂഥത്തിന് പുറത്ത് 40 പ്രകാശ വർഷം അകലെയുള്ള ഗ്ലീക്സ് 12b എന്ന ഗ്രഹത്തെ കണ്ടുപിടിച്ചത് നാസ. കാലാവസ്ഥ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമായി മാറാൻ പോകുന്ന രാജ്യം വെനസ്വേല. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് തിമ്പു, ഭൂട്ടാൻ. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി അഹ്റമത്ത്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE. ലാ മൊറനാഡ നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പെറു, ബൊളീവിയ. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ട്. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി ബാലി, ഇന്തോനേഷ്യ. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം, നെതർലാൻഡ്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത് വ്ളാഡിമിർ പുടിൻ. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഫുജിയാൻ. തെക്കൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപായ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രി ജെറമിയ മാനലെ. 2024 ഏപ്രിൽ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ കണ്ടെത്തിയ നാസയുടെ ഉപഗ്രഹം ലാൻഡ്സാറ്റ് 8. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 60ലേക്ക് അമേരിക്കയുടെ നാസ അയച്ച പേടകം സൈക്കി. 2024 ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 1ാം സ്ഥാനം നോർവേ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. അടുത്തിടെ സ്ഫോടനമുണ്ടായ
കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ്-ഇ-6 ഏത് രാജ്യത്തിൻ്റെ പേടകമാണ്? ചൈന. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർലൈനർ. അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഹബിൾ ടെലസ്കോപ്പ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സിറിൽ റാമഫോസ. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം പെറു. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എൻവിഡിയ. 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഗോസ്-യു. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ എൻവയോൺമെൻ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 1ാം സ്ഥാനത്തുള്ള രാജ്യം എസ്റ്റോണിയ. ഇന്ത്യയുടെ സ്ഥാനം 176. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRI റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യ. ഇന്ത്യ 6ാം സ്ഥാനത്ത്. UN വുമൺ പൊളിറ്റിക്കൽ ലീഡേഴ്സ് 2024 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യ 171ാം സ്ഥാനത്ത്. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ് ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ് ഷാഹി എന്ന സ്ഥലം? ബംഗ്ലാദേശ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ്. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തി ഒറാൻ നോൾസൺ. 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാൻജെ. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം മോസ്കോ ടൈംസ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രം മെഡൂസ നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റ്. 2024 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. 4ാം തവണയും നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് KP ശർമ്മ ഒലി. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കീർ സ്റ്റാമർ. 2024 ജൂലൈയിൽ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റ് ഇസ്മായിൽ കാദരെ. 24ാമത് ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ. അസ്താന. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസുല വോൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോണസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. HIV അണുബാധ തടയാനുള്ള കുത്തിവയ്പ് ലെനാകാപവിർ. ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാകുന്നത് ന്യൂയോർക്ക്. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഷിവേലുച്ച് അഗ്നിപർവ്വതം. 2024 ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് എംപോക്സ്, മങ്കി പോക്സ്. 2024 വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴദ്വീപ് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ്. തായ്ലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി പയേതുങ്താങ് ഷിനവത്ര. ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ്.
വെനസ്വേലയുടെ പ്രസിഡന്റായി തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡൂറോ. 2020 ഗാന്ധി മണ്ടേല പുരസ്കാരത്തിന് അർഹനായത് റിഗോബെർട്ട മെൻചൂതു, ഗോട്ടിമാല. ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് നടന്ന സാധാരണക്കാർ ജാരഡ് ഐസക്മാൻ, സാറ ഗില്ലിസ്. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം കാസ്സിനി. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് സൂ കിം. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവ് മലാല യൂസഫ്സായ്. ഫ്രാൻസിലെ ഗ്രേവിൻ സ്വർണ്ണ മ്യൂസിയം ഏത് ബോളിവുഡ് നടൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് പുറത്തിറക്കിയത്? ഷാരുഖ് ഖാൻ. 100 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി സെൻ നദി. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ബംഗ്ലാദേശ്, ഇന്ത്യ 3-ാമത്. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യത്തിൻ്റെ പേര് പൊളാരിസ് ഡോൺ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി ദ ലൈൻ നിലവിൽ വരുന്നത് നിയോം, സൗദി അറേബ്യ. ബഹിരാകാശത്തിൻ്റെ അതിരായ കർമാൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാർസൺ കിച്ചൺ. അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. പ്രമുഖ ടെക് കമ്പനിയായ ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഇന്ത്യൻ വംശജൻ കെവൻ പരേഖ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന നാസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം പോളിയോ. ഏഷ്യയിലെ ആദ്യ എംപോക്സ് ക്ലേഡ് 1b കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലാൻഡ്. മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലിഗ്രാമിൻ്റെ സ്ഥാപകൻ പാവേൽ ദുറോവ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് മിൽട്ടൺ. മധ്യകിഴക്കൻ യൂറോപ്പിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ചുഴലിക്കാറ്റ് ബോറിസ്. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം സന്തോഷ്. സംവിധാനം സന്ധ്യ സുരി. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സ് നിരോധിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസ്സനായകെ, ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റ്. ശ്രീലങ്കയുടെ പുതിയ വനിതാ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന 3ാമത്തെ വനിത ഹരിണി അമരസൂര്യ. മറ്റു വനിതകൾ സിരിമാവോ ബൻധാര നായിക ചന്ദ്രിക കുമാരതുംഗെ. ഇറാൻ വിക്ഷേപിച്ച ഗവേഷണ ആവശ്യങ്ങൾക്കായുള്ള കൃത്രിമ ഉപഗ്രഹം ചന്ദ്രയാൻ 1. സൈക്കിൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ച രാജ്യം ജപ്പാൻ. യുഎസിൻ്റെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. യുഎസ് പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ചരിത്രത്തിൽ വൈറ്റ് ഹൗസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് പദവിയിലെത്തുന്ന ആദ്യ വനിത സൂസി ബൈൽസ്. 19ാമത് G20 ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. ന്യൂസിലാൻഡ് എംപിയായ ഹന റൗഹിദി മൈപി ക്ലാർക്ക് പാർലമെൻറ്റിൽ പ്രതിഷേധ സൂചകമായി അവതരിപ്പിച്ച പരമ്പരാഗത മാവോറി നൃത്തം ഹക്ക. ടിയാൻഗോങ് ബഹിരാകാശ നിലയം ഏത് രാജ്യത്തിൻ്റേതാണ്? ചൈന. ഡോങ് ഹെങ് 26 മിസൈൽ വികസിപ്പിച്ച രാജ്യം ചൈന. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ പ്രഭാവലയത്തെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യം പ്രോബ3. UN ജൈവ വൈവിധ്യ ഉച്ചകോടി COP60 വേദി കാലി, കൊളംബിയ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുന്ന രാജ്യം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹോങ്സോങ് 19 പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സമോവ. iPhone 16 വിൽപ്പനയും വാങ്ങലും നിരോധിച്ച രാജ്യം ഇന്തോനേഷ്യ.
അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിന വൈറ്റ് സ്വകാര്യ വിവരങ്ങൾ ചോർത്തുകയും റിമോട്ട് ആക്സസ് പോലുള്ള അനധികൃത ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന ആപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതി. 9 വയസ്സ് പ്രായമുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് അനുമതി കൊടുക്കുന്നത് നിയമത്തിൽ കൊണ്ടുവന്ന രാജ്യം ഇറാഖ്. മായൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാംസ്കാരിക കേന്ദ്രമായ വലേറിയാന കണ്ടെത്തപ്പെട്ട രാജ്യം മെക്സിക്കോ. ലോകത്തെ ആദ്യ തടികൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിത ലിൻഡി കാമറൺ. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തു പാർക്കർ സോളാർ വെബ്. തായ്ലൻഡിലെ ബോങ്കോങ്ങിൽ. തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ നിന്നും വന്ന ജെജു എയർ വിമാനമായ 7C2216 ലാൻഡിങ്ങിനിടെ തകർന്ന് നിരവധി പേർക്ക് മരണം സംഭവിച്ച മൂവാൻ വിമാനത്താവളം ഏത് രാജ്യത്താണ്? ദക്ഷിണ കൊറിയ. ലോകത്തെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈന. 2024 ഡിസംബറിൽ ബുറൂലി അൾസർ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലിൻ്റെ ആത്മകഥ ഫ്രീഡം മെമ്മേഴ്സ് 1954-2021. UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചത് ഡിസംബർ 21. 2024 ലോക ധ്യാന ദിനത്തിൻ്റെ പ്രമേയം മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി. ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യൂഗോ യൂഗിൻ ഭാരത് മ്യൂസിയത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കൂർ. 2024 ഡിസംബറിൽ ഏവിയൻ ഇൻഫ്ലുവൻസ AH5N1 പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? കാലിഫോർണിയ. 2024 ഡിസംബറിൽ ഡിങ്ക ഡിങ്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഉഗാണ്ട. ഡിങ്ക ഡിങ്ക അർത്ഥം നൃത്തം ചെയ്യുന്നത് പോലെ കുലുങ്ങുക. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യുൻ സൂക് യോൽ. മറിയം വെബ്സ്റ്റർ നിഘണ്ടുവിൻ്റെ 2024 വാക്കായി തിരഞ്ഞെടുത്തത് പോളാരിസേഷൻ. ഓക്സ്ഫോർഡ് നിഘണ്ടുവിൻ്റെ 2024 വാക്കായി തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട്. കോളിൻസ് നിഘണ്ടുവിൻ്റെ 2024 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാറ്റ്. കേംബ്രിഡ്ജ് നിഘണ്ടുവിൻ്റെ 2024 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാനിഫെസ്റ്റ്. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരം കൂടിയായ വ്യക്തി മിഖായേൽ കവലഷ്വിലി. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാങ്കോയിസ് ബെയ്റൂ. 2024 ഡിസംബറിൽ സമാൻ 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇറാൻ. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചിഡോ. കോംപ്രിഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് അംഗമാകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ബ്രിട്ടൻ. 2024 അന്തരിച്ച ആദ്യ ലോകസുന്ദരിയായ വ്യക്തി കിക്കി ഹാക്കിൻസൺ. 2025 നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി നടന്ന കസാൻ ഏത് രാജ്യത്താണ്? റഷ്യ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ട് സ്റ്റാർ 1 പുറത്തിറക്കിയ രാജ്യം ചൈന. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ ഡിസംബർ 10 പ്രമേയം അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ടൈം മാഗസിൻ്റെ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. ഭൂമിയിൽ നിന്നും 160 പ്രകാശവർഷം അകലെ കണ്ടെത്തിയ വാലുള്ള ഗ്രഹം പാപ്സ് ടേബി. 2024 ഡിസംബറിൽ അർബുദത്തിന് വാക്സിൻ കണ്ടെത്തിയെന്ന് അവകാശമുന്നയിച്ച രാജ്യം റഷ്യ. ഗൂഗിൾ
ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അത്യാധുനിക കമ്പ്യൂട്ടിംഗ് ചിപ്പ് വില്ലോ. അജ്ഞാത രോഗമായ ഡിസീസ് എക്സ് ബാധിച്ച് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യം കോങ്കോ. 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഡാറ. ബുർക്കിന ഫാസോയുടെ പുതിയ പ്രധാനമന്ത്രി ആര്? റിംതാൽബ ജിൻ ഇമ്മാനുവൽ ഔഡ്രാഗോ. ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിൻ്റെ ആദ്യ ജെൻ AI മോഡൽ വിയോ. ലോകത്ത് ആദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും പെൻഷനും പ്രഖ്യാപിച്ച രാജ്യം ബെൽജിയം. ഫോബ്സ് മാഗസിൻ്റെ 2024 ഏറ്റവും ശക്തനായ 100 വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഉർസുല വോൺ ഡെർ ലൈൻ, യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ്. സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദ്. മാരുതി 800 കാറിലൂടെ ഇന്ത്യൻ വാഹന വ്യവസായ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കിയ മാരുതി സുസുക്കി മോട്ടോർ സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഒസാമു സുസുക്കി. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരസ്, ഫ്രഞ്ച് സിനിമ. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടൻ എഡ്രിയൻ ബ്രോഡി, ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ടോ ടൊറസ്, ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച സഹനടൻ കീരൻ മൾക്കിങ്, എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരസ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. 2024 ഐവറി പുരസ്കാരം നേടിയ ഗായിക KS ചിത്ര. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് നടൻ ജഗദീഷ് ശ്രീകുമാർ. വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊവാബോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽ നക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണ വിജയകരം. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലുക്കാസാണ് പുതിയ ലോകമുത്തശ്ശി. ഡോക്ടർ V നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഫോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിയസ് അന്തരിച്ചു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും
മലയാളി ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. വനിതകളുടെ അണ്ടർ 90 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയയ്ക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.